CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ബുള്ളറ്റിൽ KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. എലികൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചു. ചാവക്കാട് കുന്നംകുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഓട്ടോഗ്രാഫ് റെസ്റ്റോറന്റ് ആൻഡ് കഫേ എന്ന സ്ഥാപനമാണ് അടപ്പിച്ചത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ആക്രമിച്ച് തീവ്ര ഹൈന്ദവ മനസ്സുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ. ചൂണ്ടൽ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേകാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം ആരംഭിച്ചു. പരൂർ കോൾപ്പടവിലെ ഉൾത്തോടുകളിൽ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചണ്ടി നീക്കം ചെയ്തു തുടങ്ങി. വടക്കേകാട് പാലക്കുഴി മുതൽ ഉപ്പുങ്ങൽ വരെ 16.6 കിലോമീറ്റർ നീളമുള്ള തോടുകളിലെ ചണ്ടിയാണ് 3 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നീക്കം ചെയ്യുന്നത്. കാട്ടാക്കമ്പാൽ വട്ടക്കായൽ കോൾപ്പടവിലെ പുഞ്ചകൃഷിയുടെ നടീൽ ആരംഭിച്ചു. 150 ഏക്കർ വരുന്ന പടവിൽ 140 ദിവസം മൂപ്പുള്ള ഉമ്മവിത്താണ് കൃഷി ചെയ്യുന്നത്. നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം പടവ് പ്രസിഡന്റ് TK ശശികുമാർ ഞാറുനട്ടുകൊണ്ട് നിർവഹിച്ചു. വെള്ളാർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. കുർബാനയ്ക്ക് ഫാദർ ആൽവിൻ ഞഴുങ്ങൻ മുഖ്യകാർമ്മികനായി. ഫാദർ സിൻഡോ പൊന്തേക്കൻ വചന സന്ദേശം നൽകി. ഒരാഴ്ചക്കാലമായി തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവന്നിരുന്ന ഫാർമസി ദിന വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം നടന്നു. NCC ദിനാചരണത്തിൽ NCC ഓഫീസർക്ക് ആദരമൊരുക്കി കേഡറ്റുകൾ. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജുവിനെയാണ് 76ാം NCC ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചത്. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ 28ാമത് മുഴുവൻ വിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. അഹമ്മദിയ മുസ്ലിം ജില്ലാ സമ്മേളനത്തിന് കേച്ചേരിയിൽ തുടക്കമായി. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിലാണ് തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നത്. കടവലൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരത്തോടെ ആരംഭിച്ച കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ നടത്തിയ 19ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിസാന്ദ്രമായി. വാഗ തത്വമസി അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൈപ്പക്കുളങ്ങര സ്വയംഭൂ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്കും അന്നദാനവും നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സംസ്ഥാന ഭിന്നശേഷി അവാർഡിൽ പെരുമ്പടപ്പിന് 1ാം സ്ഥാനം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സമഗ്രവും സുസ്ഥിരവുമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് നേട്ടം കൈവരിച്ചത്. നവംബർ 23 മുതൽ ഡിസംബർ 1 വരെ പഞ്ചായത്തിലെ വിവിധ വേദികളിൽ നടക്കുന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് സലിം കലാഭവൻ ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് കിടങ്ങൂർ വലിയുല്ലാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ 50ാമത് ആണ്ടുനേർച്ച കിടങ്ങൂർ മഖാം ഷെരീഫിൽ ആഘോഷിച്ചു. നിർധന കുടുംബങ്ങൾക്ക് SYS സാന്ത്വനം നിർമ്മിച്ചു നൽകുന്ന ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ കട്ടിളവെക്കൽ ചടങ്ങ് വെള്ളർക്കാട് വെള്ളത്തേരിയിൽ നടന്നു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദക്കൂട്ട് ചാവക്കാട് ചാപ്റ്റർ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നിന്നാരംഭിച്ച യാത്ര ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മരത്തംകോട് യൂണിറ്റ് സമ്മേളനം വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.